നമ്മളുടെ MBBS പഠനം നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുമോ? യെസ്, നമ്മുടെ ജോർജിയയിൽ ഇന്ന് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ് MBBS പഠിക്കാനായിട്ട്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് നമ്പർ 1 യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഇന്ന് മോസ്റ്റ്ലി സ്റ്റുഡൻസ് എല്ലാം എൻക്വയറി നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇവിടുത്തെ സ്കോളർഷിപ്പ് സ്കീം തന്നെയാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 3.69 ആൻഡ് എബോവ് GPA നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമ്മുടെ ഫീസിൽ 50% നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ടും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് 2024 FMGE റിസൾട്ടിന്റെ കാര്യം. അതായത് ഏറ്റവും കൂടുതൽ പാസിംഗ് റേഷ്യോ ഉള്ളത് നമ്മുടെ ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇന്ത്യയിൽ നിന്നും എബ്രോഡ് പോയി MBBS പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാം ആണ് FMGE എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എക്സാമില് 2020 ഏറ്റവും കൂടുതൽ പാസിംഗ് റേഷ്യോ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി. ഈ FMGE റിസൾട്ട് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചാല് നമുക്ക് ക്രോമിൽ കയറിയിട്ട് 2024 FMGE റിസൾട്ട് കൺട്രി വൈസ് നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് കിടക്കുന്ന ലിങ്കിൽ തന്നെ നമുക്ക് അതിന്റെ PDF അവൈലബിൾ ആയിട്ട് കിട്ടും. ആ PDF നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോ കൺട്രീസിലും ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതെന്നും അത് എത്ര പേരാണെന്നുള്ളതും അതിൽ എത്ര പേര് പാസ്സായെന്നും അതിന്റെ പാസിംഗ് റേഷ്യോ അതായത് പാസിംഗ് പെർസെന്റേജും കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ജോർജിയയിൽ ബട്ടൂമി ഇന്റർനാഷണൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 158 സ്റ്റുഡൻസ് എഴുതിയതില് 100 സ്റ്റുഡൻസ് ആണ് അതിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തിട്ടുള്ളത്. അത് 63.29% ആയിരിക്കും നമുക്ക് പാസിംഗ് റേഷ്യോ ആയിട്ട് വരുന്നത്. ജോർജിയയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ബട്ടൂമി എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈസി ടു ട്രാവൽ ആണ് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക്. ജസ്റ്റ് 4.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇനി യൂണിവേഴ്സിറ്റിനെ കുറിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒതന്റിക് ആയിട്ടുള്ള കെഡാവർ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ് ബട്ടൂമി ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജോർജിയയിലെ മറ്റു യൂണിവേഴ്സിറ്റിനെ വെച്ച് നോക്കുമ്പോൾ ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലാണ് സ്റ്റുഡൻസിന് വേണ്ടി കെഡാവർ പ്രൊവൈഡ് ചെയ്യുന്നത്. FMGE പോലെ തന്നെ USMLE കോച്ചിങ്ങും ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. USMLE പാസിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 100% ആണ്. നമുക്കിനി ഇവരുടെ ഇൻസ്റ്റഗ്രാമിലെ ഒഫീഷ്യൽ പേജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബട്ടൂമിന്റെ ഇന്റർനാഷണലിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ പ്രോഗ്രാംസും അതുപോലെ തന്നെ പാസിംഗ് സെറമണീസ് പോസ്റ്റുകളും പിന്നെ USMLE പാസ്സായിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് അവരുടെ പാസിംഗ് മാർക്കും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിന് ഇറ്റലിയിലുള്ള ഫ്ലോറൻസ് യൂണിവേഴ്സിറ്റിയിൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ലഭിച്ചിട്ടുണ്ട്. ഇയർലി നമുക്ക് ട്യൂഷൻ ഫീസ് വരുന്നത് $4,800 ആണ്. അതുപോലെ തന്നെ നമുക്ക് FMGE ഏറ്റവും കൂടുതൽ പാസിംഗ് റേഷ്യോ ആയിട്ടുള്ളത് 63.29% ആണ്. അപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ അറിയാനും ഇവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് അറിയാനും ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.